ഹലോ മൈ ഫ്രണ്ട്സ്, ലെസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. കുറേ നാളായല്ലേ നമ്മൾ കണ്ടിട്ട്. കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു ട്രീറ്റ്മെൻറ്റിലാന്ന്. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണാൻ ആകാംക്ഷയോടുകൂടി വന്നതാണ്. ഒത്തിരി പേര് ചോദിച്ചിരുന്നു കാണുന്നില്ലല്ലോ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ വന്നിരിക്കുകയാണ്. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, നമുക്ക് പൊട്ടറ്റോ കൊണ്ട് നമുക്ക് ഫേസിലും അതുപോലെ ബോഡിയിലും ഇടാനുള്ള നല്ല അടിപൊളിയൊരു പാക്കും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഫേസിൽ ഇടാനാണെങ്കിൽ വളരെ ഈസിയാണ്. നമ്മൾ ഈ പൊട്ടറ്റോ പുഴുങ്ങിയിട്ട് അത് പീൽ ചെയ്ത് കളഞ്ഞ് അത് നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഇപ്പോൾ 2 സ്പൂൺ പൊട്ടറ്റോ പേസ്റ്റ് എടുക്കുകയാണെങ്കിൽ 1 സ്പൂൺ തൈരും അതുപോലെ തന്നെ 1 സ്പൂൺ പിന്നെ ടൊമാറ്റോ ജ്യൂസും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് മുഖത്തും കഴുത്തിലെല്ലാം അപ്ലൈ ചെയ്യുക. 20 മിനിറ്റ് കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയുക. ഇതാണ് മുഖത്തിടാൻ ഏറ്റവും എളുപ്പത്തിൽ ഉള്ള പൊട്ടറ്റോ പിന്നെ പാക്ക്, ഫേസ് പാക്ക്. ഇനി അടുത്തത് നമുക്ക് പൊട്ടറ്റോയുടെ ബോഡി പാക്കാണ്. ബോഡി പാക്ക് എന്ന് പറയുമ്പോൾ ബോഡി മാത്രമല്ല കേട്ടോ. പിന്നെ ചിലർ പറയുമല്ലോ കാല് കറുത്തിരിക്കുന്നു, കൈ കാണുന്ന നമ്മൾ പുറത്ത് കാണുന്ന ഭാഗം കറുത്തിരിക്കുന്നു, വിരലുകൾ കറുത്തിരിക്കുന്നു. പിന്നെ ചിലർ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഈ ചെരുപ്പിട്ടിട്ട് ഈ ചെരുപ്പ് അല്ലാത്ത ഭാഗങ്ങൾ വല്ലാണ്ട് കറുത്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെല്ലാം ഡിസ്കളറേഷൻ ഉണ്ടോ അവിടെയെല്ലാം നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഇനി ഹോൾ ബോഡി നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് 20 മിനിറ്റ് കഴിഞ്ഞ് അങ്ങനെ നിങ്ങൾക്ക് കുളിക്കാം കേട്ടോ. അതും നല്ലതാണ്. അപ്പോൾ ഈ പൊട്ടറ്റോ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പൊട്ടറ്റോയുടെ ഗുണം ഞാൻ ഒന്ന് പറഞ്ഞേക്കാം. വൈറ്റമിൻ സിയും ഒത്തിരി വൈറ്റമിൻസും മിനറൽസും ഇതിൽ അടങ്ങിയിട്ടുണ്ടെങ്കിലും വൈറ്റമിൻ സിയും സിങ്കുമാണ് നമുക്ക് നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ളത് ഇതിലടങ്ങിയിരിക്കുന്നത്. ഇത് കോളജനെ ബൂസ്റ്റ് ചെയ്യുന്നതിനും അതുമൂലം നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂടുന്നതിനും സ്കിൻ ടൈറ്റ് ആവുന്നതിനും സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ വേറൊരു ഒന്നുണ്ട് കേട്ടോ, സ്റ്റാർച്ചിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒന്നാന്തര എക്സ്ഫോലിയേഷനാണ്. അപ്പം നമ്മുടെ ഡെഡ് സ്കിന്നെല്ലാം പോയി നല്ല പുതിയ സ്കിൻ വരുമ്പോൾ എന്ത് പറ്റും, സ്കിൻ ബ്രൈറ്റ് ആവും അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ഡെഡ് സ്കിന്നൊക്കെ പോകുന്നതിനും എല്ലാത്തിനും ഈ പൊട്ടറ്റോ പിന്നെ പുഴുങ്ങണം കേട്ടോ. പുഴുങ്ങി അതിൻ്റെ പീല് കളഞ്ഞിട്ട് നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്നോ, അത് ആ വെള്ളത്തിൽ തന്നെ മിക്സിയിൽ നമ്മൾ പുഴുങ്ങിയ വെള്ളം ഉണ്ടല്ലോ, കുറച്ച് വെള്ളത്തിൽ പുഴുങ്ങിയാൽ മതി, ചെറിയ ഉരുളക്കിഴങ്ങ് മതി. അപ്പോൾ ആ വെള്ളത്തിൽ നമുക്ക് അതിനെ വേവിച്ചെടുത്ത വെള്ളത്തിൽ നമുക്ക് ഇതിനെ അരച്ചെടുക്കാം. ഓക്കെ, അതിലേക്കാണ് നമ്മൾ തൈര് ചേർക്കുന്നത്. തൈര് എന്ന് പറയുമ്പോൾ പിന്നെ ലാക്റ്റിക് ആസിഡാണ് നിറയെ അല്ലേ. അപ്പോൾ ലാക്റ്റിക് ആസിഡിൻ്റെ ഗുണം നല്ല ഒന്നാന്തര എക്സ്ഫോലിയേഷനാണ്. അപ്പം നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ പോയി പുതിയ സ്കിൻ വരുമ്പോൾ സ്കിന്നിലുണ്ടാവുന്ന ഈ ഡിസ്കളറേഷൻ, അതായത് കറുത്ത പാടുകളും എല്ലാം പോയി സ്കിൻ നല്ല ബ്രൈറ്റാവും. അതാണ് പിന്നെ നമ്മൾ തൈര് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കറുത്ത പാടുകൾക്ക് ഡിമ്മാവുകയും അത് ഗ്രാജ്വലി പോവുകയും ചെയ്യും കേട്ടോ. അതാണ് നമ്മൾ തൈര് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണം. പിന്നെ അടുത്തത് നമ്മൾ ചേർത്തത് എന്താ, തക്കാളി അല്ലേ, ടൊമാറ്റോ ജ്യൂസാണ്, ലൈക്കോബിൻ അല്ലേ അതിലടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ലൈക്കോബിൻ്റെ ഗുണം പിന്നെ എന്താ പറയുക, തക്കാളി ഫേഷ്യലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സ്കിന്നിൽ നല്ല ഒന്നാന്തര അസ്ട്രിജൻ്റാണ്. അതോടൊപ്പം തന്നെ സണ്ണിൽ നിന്ന് ഏൽക്കുന്ന എല്ലാ ഡാമേജുകൾക്കും ഇത് നല്ലൊരു റെമഡിയാണ്. അതുപോലെ തന്നെ ഏജിങ് പ്രോസസ്സിനെ നമുക്ക് സ്ലോ ആക്കുന്നതിന് ഈ നമ്മൾ തക്കാളി നല്ലതാണ്. അതുപോലെ തന്നെ കറുത്ത പാടുകൾ പോകുന്നതിനും അതോടൊപ്പം തന്നെ സ്കിൻ ടൈറ്റ് ആവുന്നതിനും എല്ലാം ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസും മിനറൽസും എടുത്തു പറയാൻ ലൈക്കോബിനും നല്ല ഒന്നാന്തരമാണ്. അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മളിതിൽ മിക്സ് ചെയ്തിരിക്കുന്നത് അല്ലേ. ബോഡി പാക്കിന് കൂടുതലായിട്ട് നമുക്ക് എടുക്കണമല്ലോ. ഇപ്പം നമ്മൾ മുഖത്തിടാൻ നമുക്ക് 2 സ്പൂൺ പൊട്ടറ്റോ പേസ്റ്റ് മതിയെങ്കിൽ ബോഡി പാക്ക് ഇടാൻ നമുക്ക് എങ്ങനെയായാലും ഒരു 3 സ്പൂൺ പൊട്ടറ്റോ പേസ്റ്റ് വേണം അല്ലേ. അപ്പോൾ അതിലേക്ക് നമുക്കൊരു 2 സ്പൂൺ ഇത് തൈര് ഒഴിക്കാം, 2 സ്പൂൺ അതുപോലെ തന്നെ പിന്നെ ടൊമാറ്റോ ജ്യൂസ് ഒഴിക്കാം. ഓക്കെ, പിന്നെ നമ്മൾ ഈ തൈരെന്ന് പറയുമ്പോൾ യോഗർട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പുളിയില്ലാത്ത തൈരാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഇന്നൊഴിച്ച് വെച്ച് നാളെ രാവിലെ തന്നെ എടുക്കുമ്പോൾ വലിയ പുളി ഉണ്ടാവില്ല. അങ്ങനത്തെ
തൈരാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ദേഹത്ത് എവിടെയെല്ലാം ഡിസ്കളറേഷനുണ്ട് അവിടെയെല്ലാം നമുക്ക് അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ സോപ്പ് ഇടാതെ നമ്മൾ ഒന്നും ഇടണ്ട, വെറുതെ വാഷ് ചെയ്യാം. കാരണം ഇതെല്ലാം ഒരു ക്ലെൻസിങ് ആണ്, പിന്നെ അസ്ട്രിജൻറ്റും ആണ്. അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് വെറുതെ വാഷ് ചെയ്താൽ മതി കേട്ടോ. ഇതാണ് എൻ്റെ സ്കിന്നിലിടുന്ന പാക്കും അതുപോലെ ഫേസിലിടുന്ന പാക്കും. അപ്പോൾ എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ? എല്ലാവരും ഇത് യൂസ് ചെയ്ത് നോക്കണം, നല്ല റിസൾട്ട് കിട്ടും. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്ന അവസരമല്ലല്ലോ അല്ലേ നമുക്കിപ്പോൾ. നമ്മളിങ്ങനെ ടി വി കൂടെ വയനാട് ദുരന്തം ഇങ്ങനെ കണ്ട് എല്ലാവരും കരഞ്ഞ് ഒരു വഴിയായിട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യണ്ടേ ഈ വയനാട് ദുരന്തം? നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നാളെ നേരം വെളുക്കുമ്പോൾ നമ്മളൊന്നുമില്ലാത്തവരായി. ഇന്ന് വരെ നമ്മളെല്ലാം സമ്പാദിച്ചതും നമ്മുടെ വീടും ഫർണിച്ചറും നമ്മുടെ ഭൂസ്വത്തും നമ്മുടെ സ്വർണ്ണവും നമ്മുടെ കയ്യിലുള്ള പൈസയും എല്ലാം അങ്ങോട്ട് ഒലിച്ചു പോയി. നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? ആ ഒരു അവസ്ഥയിലാണ് അവർ. എനിക്ക് പറയുമ്പോൾ തന്നെ സങ്കടം വരും കേട്ടോ. അവരുടെ ഒരു അവസ്ഥ ഓർക്കുമ്പോൾ നമുക്ക് മനുഷ്യന്മാർക്ക് ആർക്കും അത് സഹിക്കാൻ പറ്റില്ല. അതുപോലെ എല്ലാം നഷ്ടപ്പെട്ട് ദുരിതത്തിൽ അവർ ക്യാമ്പിൽ കഴിയാണ്. ഒരു ചായ കുടിക്കാൻ പോലും അവരുടെ പോക്കറ്റില്ല അവർക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടുതുണിയായിട്ടാണ് അവരൊക്കെ രക്ഷപ്പെട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു ചായ കുടിക്കാൻ പോലും പൈസ ഇല്ലാത്ത ഒരവസ്ഥയിലാണ് അവർ കഴിയുന്നതല്ലേ. അപ്പം നമ്മളൊരു അവർക്ക് മേടിച്ചു കൊടുത്താൽ തന്നെ അതവർക്ക് വലിയ അനുഗ്രഹമാവും. അതാണ് അവരുടെ അവസ്ഥ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും നമ്മളേലാവുന്ന സഹായം അവർക്ക് എത്തിക്കണം. അത് ഏത് വിധമെന്നൊന്നുമില്ല, ഏത് വിധേനയിലും നമ്മളത് എത്തിക്കണം. സാധനങ്ങളായിട്ടോ പൈസ ആയിട്ടോ ഡ്രസ്സൊന്നും പഴയത് കൊടുക്കല്ലേ, പുതിയ ഡ്രസ്സ് വേണം അവർക്ക്. ഇപ്പം നമ്മുടെ മക്കൾക്ക് നമ്മൾ പഴയതൊന്നും കൊടുക്കില്ലല്ലോ, അതുപോലെ പുതിയ ഡ്രസ്സ് വേണം നമ്മൾ അവർക്ക് കൊടുക്കുക. അതുപോലെ അവർക്ക് കട്ടിൽ, ഫർണിച്ചർ ഐറ്റംസ്, അങ്ങനെ എല്ലാവർക്കും ആവശ്യമുണ്ട്. അപ്പോൾ ഇവരെല്ലാം അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മളെപ്പോലെ ഉള്ളവർക്ക് അങ്ങോട്ട് കയറാം അല്ലേ? കയറി അവർക്ക് എന്തൊക്കെയാണ് വേണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യണം കേട്ടോ. അത് നമുക്ക് വലിയൊരു ദൈവാനുഗ്രഹമാവും. പിന്നെ നമ്മൾക്ക് ചെയ്യാനുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 50 ലക്ഷം വീതം അവർക്ക് കൊടുക്കാനുള്ള പൈസ നമ്മുടെ ദുരിതാശ്വാസ ഫണ്ടിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തോന്നൽ നമ്മുടെ ഭരണാധികാരികൾക്കുണ്ടായാൽ അവർ തീർച്ചയായിട്ടും ഈ ദുരിതത്തിൽ അധികം നാൾ ഈ ചുമപ്പ് നാടാന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ഈ ചുമപ്പ് നാടേ കിടന്ന് അവരുടെ ജീവിതം നരകിച്ചു പോകാതെ എത്രയും പെട്ടെന്ന് അവർക്കൊരു ഈ ക്യാമ്പിൽ നിന്നൊരു റിലീഫ് കിട്ടാനുള്ള ഏറ്റവും എളുപ്പവഴി അവരുടെ കാശ് അങ്ങോട്ട് കൊടുക്കാമെന്നാണ്. ഇപ്പം നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടൊക്കെ ഏറ്റെടുത്തപ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്ത്, അവർക്ക് അങ്ങ് റെഡി ക്യാഷ് കൊടുത്തു. അപ്പോൾ അതാണ്, അങ്ങനെ ചെയ്യണം, അങ്ങനെ നമ്മുടെ ഗവൺമെൻറ്റിന് തോന്നിക്കണം. അപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും അത് മനസ്സിലിരുത്തി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നമ്മൾ വിഴിഞ്ഞത്തിന് വേണ്ടി ഒഴിപ്പിച്ചോരും, അങ്ങനെ പല ദുരിതങ്ങൾ മൂലം കൂടിയ വീടും എല്ലാം നഷ്ടപ്പെട്ടവർക്കെല്ലാം ഈ സഹായം, ഇങ്ങനത്തെ പൈസ കൊണ്ടുള്ളൊരു സഹായം എത്തിക്കിട്ടാൻ നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം, പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ എന്നെ വായിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യണം കേട്ടോ. ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.